പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് ജീവൻ നൽകി ഇതുവരെ കാത്തുപരിപാലിച്ചു. പൗരോഹിത്യത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും അങ്ങ് ഞങ്ങളെ വിളിച്ചു വലിയ ഉത്തരവാദിത്വം നൽകി. മക്കൾക്ക് ജന്മം കൊടുക്കാനും മക്കളെ വളർത്താനും മക്കളെ സ്വർഗത്തിൽ എത്തിപ്പിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വമാണല്ലോ ഒരു അച്ഛൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വവും ഒരു അപ്പനും അമ്മയ്ക്കും മാതാപിതാക്കൾക്കുമുള്ള വലിയ ഉത്തരവാദിത്വം. കർത്താവ് ഉത്തരവാദിത്വം പേറിക്കൊണ്ട് വഴിതെറ്റിപ്പോയ മക്കൾക്ക് വേണ്ടി വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മാതൃകയിൽ വഴിതെറ്റിപ്പോയ തന്റെ പ്രിയപ്പെട്ട മകൻ അഗസ്തീനോസിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്, അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരെല്ലാം മാമോദിസ മുക്കി വിശ്വാസത്തിലേക്കും വലിയ മാനസാന്തരത്തിലേക്കും വലിയ വിശുദ്ധിയിലേക്ക് നയിച്ച ആ മാധ്യസ്ഥതയില് ഞങ്ങളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മോണിക്ക പ്രാർത്ഥനയില് എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, മക്കളെ അനുഗ്രഹിച്ച് മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകത്തില് എല്ലാ മക്കളെയും നിറച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവിക ശക്തി വ്യാപരിക്കട്ടെ, മാനസാന്തര ശക്തി വ്യാപരിക്കട്ടെ, ദൈവസ്നേഹം വ്യാപരിക്കട്ടെ, കുരിശിലെ മരണശക്തി വ്യാപരിക്കട്ടെ. അങ്ങനെ എല്ലാ മക്കളും രക്ഷ പ്രാപിക്കുവാനും സ്വർഗോന്മുഖരായി ജീവിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അതിനായി അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒത്തിരി തിന്മയുടെ സ്വാധീനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈശോയുടെ കരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തിയുടെ അനന്ത ശക്തി പ്രകടമാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. കർത്താവിന്റെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് തിന്മകളെ, ആധിപത്യങ്ങളെ, അധികാരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ വിജയത്തിലേക്ക് മുന്നേറുകയാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മേഖല വഴിവിട്ട ജീവിതം ജീവിക്കുന്ന മക്കൾ, വഴിവിട്ട് ജീവിക്കുന്ന മക്കള്. ഒത്തിരിയേറെ മക്കൾ പറഞ്ഞു, മാതാപിതാക്കൾ പറഞ്ഞു, മക്കൾക്ക് യാതൊരു ചിട്ടയില്ല, ഡിസിപ്ലിൻ ഇല്ല, തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. ഇവൻ പെൺകുട്ടികൾ പോലും രാത്രി കറങ്ങാൻ പോവും, കൂട്ടുകൂടിപ്പോവും, പബ്ബിപ്പോവും. അതോടൊപ്പം തന്നെ പല പല പൈശാചികമായ പ്രവൃത്തികൾക്ക് ഒരു നിയന്ത്രണമില്ലാതെ വഴിവിട്ട് പോകുന്ന അനേകം മക്കൾ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരു വഴിയുണ്ട്. യഥാർത്ഥമായ ഒരു ദൈവ പൈതലിന്റെ വഴി ആരാണ് മക്കളെ? ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. യേശുവാകുന്ന വഴി, വചനമാകുന്ന യേശു, ആ വഴിയിലൂടെ ദൈവത്തിന്റെ മക്കൾ ചരിക്കണം. ഒരു മാതാപിതാക്കളെ അനുസരിച്ച്, കുടുംബത്തെ സ്നേഹിച്ച്, ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയില്, അതവന്റെ സ്വഭാവത്തില്, വസ്ത്രധാരണത്തില്, എല്ലാ വ്യാപാരങ്ങളിലും എല്ലാ പ്രവൃത്തിയിലും ഒരു വഴിയുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കള് പലതും അനുകരിച്ച് മാധ്യമങ്ങളോ അല്ലെങ്കിൽ വെസ്റ്റേണിസമോ യൂറോപ്യൻ സംസ്കാരമോ എല്ലാം അനുകരിച്ച് ഒരുമാതിരി പൈശാചികതയുടെ അടിമത്തത്തിലേക്ക് വീണുപോയി. ഇന്ന് വെസ്റ്റേൺ ഡ്രസ്, വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ രീതി ഇത് അനുകരിക്കാൻ അനേകം മക്കള് ഓടിപ്പായുകയാണ്. ചിലർക്ക് വെസ്റ്റേൺ ഡ്രസ് മതി. കുറെ പേര് ഈ ദിവസങ്ങളിൽ പറഞ്ഞു, എന്റെ അച്ഛ മോളുടെയൊക്കെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞു, തോന്നിമാതിരി വസ്ത്രം ധരിച്ച് വലിയ മോശമാണ് അച്ഛ, കണ്ട എനിക്ക് തന്നെ അറയ്ക്കും, അതുപോലെ എന്റെ കുഞ്ഞ് ഇറങ്ങി പോണ കാണുമ്പോ ഒന്നും മിണ്ടാൻ പറ്റണില്ല. വഴിവിട്ട ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഞാൻ അവിടെ പലപ്പോഴും ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോ പ്രായമായവരാണ് നമ്മൾ കണ്ടുമുട്ടുന്ന ധ്യാനത്തിലൊക്കെ. ഒരിക്കല് ഫ്രാൻസിൽ വെച്ച് ഞാനൊരു പ്രായമായ അപ്പച്ചനോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ പ്രായത്തില് എങ്ങനെയായിരുന്നു
ഇപ്പൊ ചെറുപ്പക്കാര് പള്ളിയിലില്ല, ഒക്കെ യാത്രയായി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോ പബ്ബിലും ബാറിലും ഒക്കെ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് വലിയും കുടിയായിട്ട് നമ്മുടെ മക്കള്, ക്രിസ്ത്യാനി പിള്ളേര്, യുവമക്കള്, പള്ളിയില്ല, ഉദാശയില്ല. അപ്പൊ അവര് പറയാണ്, എന്റെ അച്ഛാ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഒരു കുടുംബ സെറ്റപ്പ് ഉണ്ട്, മാതാപിതാക്കളെ അനുസരിച്ച് കുടുംബ പ്രാർത്ഥന, രാത്രി വീട്ടിൽ കയറണം, അതിനൊക്കെ ചിട്ടയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ നിന്ന് വഴിവിട്ട അവസ്ഥയിലേക്ക് ഇന്ന് യൂറോപ്യൻ സംസ്കാരം പോയി നശിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുമ്പോ ആ ഒരു സംസ്കാരത്തെ എന്ന് പറഞ്ഞാൽ പണ്ട് നല്ല രീതിയിൽ ചൈതന്യത്തില് അനുസരിച്ച് നല്ല വഴിയിലൂടെ ചരിച്ച ഒരു പാരമ്പര്യം അവർക്കുണ്ട്. അതിന്റെ വളർച്ച, അതിന്റെ അഭിവൃദ്ധി ആ യൂറോപ്പ് രാജ്യങ്ങൾ അനുഭവിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനെ നശിപ്പിക്കാൻ വേണ്ടി വലിയ പൈശാചികത യൂറോപ്പിൽ വന്നെങ്ങനെയെന്നറിയോ? 2-3 കാര്യമുണ്ട്. ഒന്ന്, അപ്പന്റെ സ്ഥാനം, ഫാദർഹുഡ് എടുത്തു കളഞ്ഞു. അപ്പനും അമ്മയ്ക്കും ഒരു വിലയില്ല യൂറോപ്പില്. അപ്പനും അമ്മയ്ക്കും ഇന്ന് ഒരു വിലയില്ല. മക്കൾക്ക് ജന്മം കൊടുക്കാം, കുറച്ച് വളർത്താം, എന്നാൽ മക്കളെ ശാസിക്കാനോ ഒന്ന് അടിക്കാനോ നിയന്ത്രിക്കാനോ ദേഷ്യപ്പെടാൻ പോലും അവകാശമില്ല. അങ്ങനെ നിയമം ഉണ്ടാക്കി. ആ നിയമം പൈശാചികമാണ്. ഫ്രീമേസൺസും ഇലുമിനാറ്റി ഗ്രൂപ്പുകാരും കൂടി ഉണ്ടാക്കിയ ഒരു നിയമം ഇന്ന് യൂറോപ്പിലൊക്കെ പാസാക്കി. അപ്പന് വിലയില്ലെങ്കിൽ, അമ്മയ്ക്ക് വിലയില്ലെങ്കിൽ എന്ത് കുടുംബം, എന്ത് മക്കള്? അതാണ് അവിടെ സംഭവിച്ചത്. അതേപടി ഇന്നിവിടെ പ്രിയപ്പെട്ടവരെ, ഈ പൈശാചികതയില് അപ്പനനുസരിക്കില്ല, അമ്മേനനുസരിക്കത്തില്ല, തോന്നിമാതിരി ഇറങ്ങി നടക്കും, ഇഷ്ടമുള്ളപ്പോ കയറി വരും, ഏത് വസ്ത്രം ധരിക്കും, ഒന്നും അനുസരിക്കുന്നില്ല. ഈ വഴിവിട്ട ജീവിതത്തില് അനേകം മക്കള് നശിച്ച് നശിച്ച് തകർന്നിരിക്കുമ്പോ യൂറോപ്പ് ഒരു പരിധി വരെയൊക്കെ നശിച്ച് തകർന്നു. ഇന്നും എനിക്കറിയാം, കർത്താവിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന അനേക കുടുംബങ്ങളും മക്കളും യൂറോപ്പിലുണ്ട്. ആ മക്കളൊക്കെ അപ്പനനുസരിച്ച്, അമ്മേനനുസരിച്ച്, ഇവൻ സ്കൂളിൽ പോലും പഠിക്കാൻ പോണില്ല, ഹോം ടീച്ചിങ്. അതുപോലെ ദൈവത്തോട് ചേർന്ന് ദൈവപ്രമാണം അനുസരിച്ച് അപ്പനും അമ്മേനും അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ അതികൃപയില്, അഭിഷേകത്തില് അവിടെയും വളരുന്നുണ്ട്. ഈയൊക്കെ മാധ്യമങ്ങളിലൂടെയും മറ്റ് അവിടെ ഇവിടെയൊക്കെ പോയി അതും കണ്ട് ഇതും കണ്ട് ഈ സംസ്കാരങ്ങൾ അനുകരിച്ചുകൊണ്ട് നമ്മുടെ മക്കള് തോന്നിവാസം. ഈ ആവേശം എന്ന സിനിമയില് ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചേ. അവിടെ ആ ഈരടികൾ പിന്നീട് ടോക്ക് തന്നെ അച്ഛൻ പറയും, മാതാപിതാക്കളെ മാപ്പ്, ഇനി ഉന്നം മറന്നൊരു പോക്ക്, തന്നിഷ്ടം പോലെ ഉന്നം മറന്ന് ഉപദേശം വേണ്ട, അങ്ങനെയൊക്കെ ഒരു പാട്ട്. ആ പാട്ടിനെ കുറിച്ച് തന്നെ ഒരു ടോക്ക് ഇടാൻ അച്ഛൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ആവേശത്തിന്റെ തിമർപ്പില് മാതാപിതാക്കളെ മാപ്പ്, അപ്പനമ്മ ഞങ്ങൾക്ക് വേണ്ട മാപ്പ്, ഇനി തോന്നിവാസം, ഉന്നം തെറ്റിയ പോക്ക്. അതാണ് നമ്മുടെ മക്കളുടെ പോക്ക്. ഉന്നൊന്നുമില്ല, ലക്ഷ്യമില്ല. അങ്ങനെ വഴിവിട്ട് ഉന്നം തെറ്റി മാതാപിതാക്കളെ ഉപേക്ഷിച്ച് വഴിതെറ്റി പോകുന്ന അനേകം മക്കള്, ദിവസങ്ങൾ അനേകം അമ്മച്ചിമാര് കണ്ണീരോടെ പറഞ്ഞു ഈ ഒരു അവസ്ഥ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ മക്കളെ ഒക്കെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് വഴിവിട്ട് പോയ മക്കളെ വഴിയാകുന്ന യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ കർത്താവേ. അവർക്കൊരു ജ്ഞാനം കൊടുക്കണമേ, ഒരു തിരിച്ചറിവ് കൊടുക്കണമേ, ഒരു വെളിവും പ്രകാശവും ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ. നമുക്ക് കണ്ണീരോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ ഒരു വെളിവും പ്രകാശവും നമ്മുടെ മക്കൾക്ക് കിട്ടട്ടെ. 1 കൊരിന്ത്യർ 4:4 പറഞ്ഞ പോലെ ഈ ലോകത്തിന്റെ ദൈവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി കൊണ്ടുപോവാ. ആ കണ്ണ് തുറക്കട്ടെ, ആ അന്ധത മാറട്ടെ, പ്രകാശം കാണട്ടെ. നമ്മുടെ മക്കള് എല്ലാം മനസ്സിലാക്കി വിശുദ്ധിയോടെ വസ്ത്രം ധരിച്ച് അപ്പനെ അമ്മേനെ അനുസരിച്ച് കുടുംബത്തോട് ചേർന്ന് ജീവിക്കുമ്പോ വഴിവിട്ട ജീവിതം അവസാനിപ്പിക്കും. ആ മക്കൾ അനുഗ്രഹിക്കപ്പെടും, വഴിയാകുന്ന യേശുവിലേക്ക് അടുക്കും. ആ യേശുവിലൂടെ ജനിക്കാനും ജീവിതം വിജയത്തിലെത്തിക്കുവാനും വഴിവിട്ട് പോയാൽ ഉന്നം മറക്കാതെ ഉന്നം കണ്ട്, പ്രിയപ്പെട്ട മക്കളെ, വഴി ഒന്നുള്ളൂ, ആ ഉന്നത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക്. അത് യേശുവാകുന്ന സത്യവഴിയാണ്. ആ വഴിയിലൂടെ ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഇതുപോലെ വഴിതെറ്റിപ്പോയ അനേക ആയിരങ്ങളുണ്ട് മക്കള്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവകരുണയ്ക്ക് വേണ്ടി ആരാധനയെ പ്രാർത്ഥിക്കാം. ചെന്നും എല്ലാവരെയും നമ്മുടെ മക്കളെയും തിരിച്ചു കൊണ്ടുവരട്ടെ യേശുവിലേക്ക്.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെ ഓരോ അവസ്ഥയെയും സമർപ്പിച്ച് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ ശക്തിയും വലിയ അഭിഷേകവും നിറച്ച് വലിയ സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക്, വിശുദ്ധിയിലേക്ക്, അനുസരണത്തിലേക്ക്, യഥാർത്ഥമായ രക്ഷയിലേക്ക് ഞങ്ങളുടെ മക്കളെ അങ്ങ് ആനയിക്കുന്നുവല്ലോ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും അനേകം മക്കളുടെ കുടുംബങ്ങളുടെ മേലും പഠന മേഖലകളുടെ മേലും ജോലിയുടെ മേലും ഭാവി ജീവിതത്തിന്റെ മേലും വലിയ കൃപ ചൊരിഞ്ഞുകൊണ്ട് ഈ മോണിക്ക പ്രാർത്ഥനയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും സ്നേഹത്തോടെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് പറഞ്ഞില്ലേ, അങ്ങാണ് സത്യവഴി, അങ്ങയിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കത്തുള്ളൂ. അങ്ങ് പറഞ്ഞ വചനമനുസരിച്ച് കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ജീവിക്കണം. കർത്താവെ, ഞങ്ങളുടെ മക്കള് അങ്ങാകുന്ന വഴിവിട്ട്, അങ്ങ് പറഞ്ഞ വഴിവിട്ട് തോന്നിയ പോലെ ജെറമ്യ 7:24 പറഞ്ഞ പോലെ അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. പിന്നെയോ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. ഈശോയെ, നിങ്ങളുടെ മക്കള് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, അപ്പനെ കേൾക്കില്ല, അമ്മേനെ കേൾക്കില്ല, സഭയെ കേൾക്കില്ല, പൗരോഹിത്യത്തെ കേൾക്കില്ല, അധ്യാപകരെ കേൾക്കില്ല. ഈശോയെ, ഞങ്ങളുടെ മക്കള് തന്റെ ഇഷ്ടപ്രകാരം തോന്നുമ്പോ ഇറങ്ങിപ്പോകും. തോന്നുമ്പോ വരുന്ന മക്കള്, അനുസരണമില്ലാത്ത മക്കള് ഇവിടെ പറഞ്ഞുണ്ടല്ലോ. അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ല, പിന്നോട്ടാണ്. ഈശോയെ, ഞങ്ങളുടെ മക്കള് പിന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോയി തോന്നിയ മാതിരി ജീവിച്ച് കൂട്ടുകെട്ടി ചെന്ന് പെട്ട് രാത്രിയിലൊക്കെ കറങ്ങാൻ പോയി, ചിലപ്പോഴെങ്കിലും പബ്ബിൽ പോയി ലഹരിക്ക് അടിമപ്പെട്ട് ഈശോയെ നശിച്ച് തകർന്നു പോകുമ്പോ പഠനം മുടങ്ങി, ജീവിതത്തില് ഒത്തിരി നഷ്ടങ്ങള്, അതിനിടയിൽ തെറ്റായ സ്നേഹബന്ധങ്ങള്, കൂട്ടുകെട്ടിപ്പെട്ട് നശിച്ചു പോയ മക്കള്, ഇതിനോടകം പല പല കേസുകളിൽ ചെന്ന് പെട്ട മക്കള്, പല മക്കളും ജയിലിൽ കിടക്കുന്ന അവസ്ഥകള്, ഈശോയെ വഴിവിട്ടതിന്റെ വലിയ തകർച്ചകൾ ഞങ്ങളുടെ മക്കള് പല വിധത്തില് അനുഭവിക്കുന്നു. നല്ല തമ്പുരാനെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും ഇന്ന് ഈ ആരാധനയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അങ്ങാകുന്ന വഴിയിലേക്ക് ഞങ്ങളുടെ മക്കളെ അങ്ങ് കൂട്ടിക്കൊണ്ട് വരണമേ. തിരിച്ചു വരാൻ വലിയ അഭിഷേകം നൽകി, വലിയ മാനസാന്തരം നൽകി, വലിയ ദൈവിക ജ്ഞാനം നൽകി, വലിയ പ്രകാശം നൽകി. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. മാതാപിതാക്കളെ അനുസരിക്കാൻ, കുടുംബത്തെ അനുസരിക്കുവാൻ, കുടുംബത്തെ സ്നേഹിക്കാൻ, വിശ്വാസത്തോടെ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ദൈവാലയമാകുന്ന ശരീരത്തെ അതിവിശുദ്ധമായി സൂക്ഷിക്കാൻ, മാന്യമായി വസ്ത്രം ധരിക്കാൻ, മറ്റുള്ള പലതിനെയും അനുകരിക്കാതെ കണ്ണിക്കണ്ട പൈശാചികമായ സിനിമാ നടിമാരെ, സിനിമാ നടന്മാരെ അനുകരിക്കാതെ, ഈ ലോകത്തിന്റെ മനുഷ്യരെ അനുകരിക്കാതെ, ആ വഴിയിലൂടെ പോകാതെ ഈശോയെ, ഞങ്ങളുടെ മക്കൾ സ്വർഗോന്മുഖരായി വിശുദ്ധരെ പോലെ മാലാഖമാരുടെ ചൈതന്യത്തില് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ട വലിയ അഭിഷേകവും, അതിനുവേണ്ട മാനസാന്തരവും, ദൈവിക പ്രകാശവും, ദേവാലയത്തിന്റെ പരിശുദ്ധിയും പരിശുദ്ധമായ ചിന്തകളും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായി കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ശരീരത്തെ, ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, ആസക്തികളെ, ഓർമ്മകളെ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. യഥാർത്ഥമായ വഴിയായ ഈശോയെ, അങ്ങാകുന്ന വഴിയിൽ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. കർത്താവേ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ലോകം ഞങ്ങളുടെ മക്കളെ കീഴടക്കി, പിശാച് ഞങ്ങളുടെ മക്കളെ കീഴടക്കി, കൂട്ടുകെട്ട് ഞങ്ങളുടെ മക്കളെ കീഴടക്കി,
ചിലപ്പോഴെങ്കിലും ചില മക്കളെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് അതിനാൽ കീഴടക്കപ്പെട്ടു. പല പല കേസുകള്, വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത വിധം കൂട്ടുകെട്ടിന്റെ ബന്ധനങ്ങള്. സ്വയെ അകപ്പാടെ വഴുതിച്ചു പോയ മക്കളെ ഇനി അവർ പോലും വിചാരിച്ചാൽ ആ വഴി വിട്ട് മാറാൻ പറ്റത്തില്ല. അങ്ങ് കരം നീട്ടണമേ. ആ മക്കളെ വീണ്ടും അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. ആ വലിയ ദൈവിക ശക്തിയാൽ, സ്നേഹത്തിന്റെ ശക്തിയാൽ, കരുണയുടെ ശക്തിയാൽ ഈശോയെ ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. എല്ലാ മക്കൾക്കും വേണ്ടി ഈ ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട മക്കള്, വഴിവിട്ട് ജീവിക്കുന്ന മക്കള് യഥാർത്ഥമായി സത്യം അറിഞ്ഞ് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ അങ്ങേ മക്കൾ കണ്ടിടട്ടെ. യഥാർത്ഥ വഴിയായ ഈശോയെ, സമാധാനവും സ്നേഹവും യഥാർത്ഥത്തിൽ മനുഷ്യ മക്കൾക്ക് നൽകുന്ന യേശുവെ, അങ്ങയുടെ സ്നേഹത്തിലും അങ്ങാകുന്ന വഴിയിലും ജീവിതത്തെ ഉറപ്പിച്ച് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും സ്നേഹവും സംതൃപ്തിയും അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കളോട് കരുണ കാണിക്കണമേ. ഈ വഴി അറിഞ്ഞാൽ പിന്നെ അനേക വിശുദ്ധരെ പോലെ, രക്തസാക്ഷികളെ പോലെ, അഗസ്തീനോസിനെ പോലെ അങ്ങേ വിട്ടുപോകാതെ ഞങ്ങളുടെ മക്കളും ജീവിക്കണം. അതിനുവേണ്ട വലിയ അഭിഷേകം, വലിയ സ്നേഹം, വലിയ കരുണ അങ്ങാകുന്ന വഴി ഞങ്ങളുടെ മക്കൾക്ക് ആഴത്തിൽ ഉറപ്പിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ആശീർവാദത്തിനു വേണ്ടി തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ എല്ലാ മക്കൾക്കും നൽകണമേ. വ്യക്തിപരമായ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനകളും അവസ്ഥകളും നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈ ആശീർവാദ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി പ്രകാശമായി നമ്മുടെ മക്കളുടെ ബുദ്ധിയെയും മനസ്സിനെയും ചിന്തകളെയും പ്രകാശിപ്പിക്കുവാനും വലിയ അഭിഷേകവും വിടുതലും വലിയ തിരിച്ചറിവും നൽകി നമ്മുടെ മക്കൾ ഈശോയാകുന്ന വഴിയിലേക്ക്, യഥാർത്ഥമായ സത്യവഴിയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, മാതാപിതാക്കളുടെ ബന്ധത്തിലേക്ക്, അനുസരണത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ അഭിഷേകത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.